ലോക സിനിമകളിൽ വെച്ച് തന്നെ ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് മാറാത്ത ഒരു ജോണർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങൾ മാത്രമാണ്. ആക്ഷൻ സിനിമകൾക്ക് ഭാഷ ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെയുള്ള സിനിമകളിലെ പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു ആക്ഷൻ സെറ്റ് പീസുകൾ വെച്ചിരിക്കുന്ന വിധമാണ്. ആ ഒരു സെറ്റ് പീസ് കാണുന്ന സമയത്ത് അത് എത്രമാത്രം നമുക്ക് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ജാക്കി ചാൻ്റെ സിനിമകൾ എടുക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ ജീവൻ പണയപ്പെടുത്തിയാണ് ഓരോ സീനുകളും ഷൂട്ട് ചെയ്യുന്നത്. പുള്ളി ഒരു സ്റ്റണ്ടബിളായിട്ട് നിന്ന് പിന്നീടാണ് ഒരു നായകനായിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ ഹോളിവുഡിൽ ഒരാളുണ്ട്, അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നടനായി ഇരുന്നിട്ട് പോലും ഒരു സ്റ്റണ്ടബിൾ ചെയ്യേണ്ട കാര്യമെല്ലാം സ്വയം ചെയ്യാന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു നായകൻ. മനസ്സിലായി കാണും ടോം ക്രൂസ്. ടോം ക്രൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചില സിനിമകളും ചില സീനുകളും ഉണ്ട്. ഒരുപക്ഷെ പുള്ളി ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒരുപക്ഷെ വേറൊരു നടനോട് ചെയ്യാൻ പറഞ്ഞു ഒന്ന് ആലോചിക്കും. സ്വന്തം ജീവനെ ഉള്ളങ്കയിൽ പിടിച്ച് ചെയ്ത കുറേ സീനുകളുണ്ട്. അതിൽ പ്രധാനമായും ഒരുപാട് സീനുകൾ വരുന്നത് മിഷൻ ഇമ്പോസിബിൾ സീരീസിലാണ്. ഈ സീരീസിലെ അടുത്ത സിനിമ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 ഇപ്പോൾ വൈകാതെ റിലീസാവും. അതിഗംഭീര റെസ്പോൺസ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടെങ്കിൽ പടം കാണാൻ അത്രയും മുട്ടി നിൽക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ടോം ക്രൂസ് ഇതുവരെ ജീവൻ പണയം വെച്ചെടുത്തിരിക്കുന്ന ആ ഒരു റിസ്കി ഷോട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. മിഷൻ ഇമ്പോസിബിൾ 2ന്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ നമ്മുടെ ടോം ക്രൂസ് ഒരു കുത്തനെ നിൽക്കുന്ന ഒരു മല കയറുന്ന ഒരു ഷോട്ട് കാണിച്ചിട്ടാണ്. ഇത് ആക്ച്വലി അവർ ആദ്യം പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർടീമിനെ വെച്ച് ഒരു സെപ്പറേറ്റ് ഒരു സെറ്റ് ഉണ്ടാക്കി ആ സെറ്റിൽ വെച്ച് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് അങ്ങ് മേർജ് ചെയ്യാന്നൊക്കെയാണ് ഇവർ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ടോം ക്രൂസ് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് ഈതൻ ഹഡിന്റെ ഒരു റിട്ടേൺ വരുന്ന സമയത്ത് അത്യാവശ്യം ബ്രഹ്മാണ്ഡമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാന്നൊരു തീരുമാനത്തിലെത്തുന്നു. എന്നാൽ ഡയറക്ടറും ഇതിന്റെ പ്രൊഡ്യൂസർ ടീമൊന്നും ഇതിനോട് വലിയ യോജിപ്പിലായിരുന്നില്ല. ഓഫ്കോഴ്സ് അവർക്ക് പേടിയുണ്ടാവും, കാരണം ഇത്രയും വലിയൊരു ആക്ടറിനെ ഇതുപോലൊരു സ്റ്റണ്ട് ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, റിസ്ക് ഉണ്ട്. ഇതും പോലെ തന്നെ ഞാൻ ഈ മല ഒറ്റയ്ക്ക് കയറിക്കോളാം എന്നാണ് ടോം ക്രൂസ് ആദ്യം പറയുന്നത്. പക്ഷെ അവർക്ക് ചുമ്മാ കയറ്റി വിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ചെറിയൊരു കയറയിലൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സീനും ഒരു ഫൈനലായിട്ട് ഷൂട്ട് ചെയ്യുന്നു. ആ ഒരു ചൂടത്ത് പുള്ളി ഒറ്റയ്ക്ക് ആ ഒരു മല കയറി അത് ചാടിയൊക്കെ അപ്പുറത്ത് മുകളിലോട്ട് എത്തുന്നുണ്ട്. പെർട്ടിക്കുലർലി ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറൊക്കെ കണ്ണ് പൊത്തിയിരിക്കുകയാണ് പുള്ളി പേടിച്ചിട്ട്. ഇതിനേക്കാളും മെയിനായിട്ട് കണ്ണ് തന്നെ പുള്ളിയുടെ പോയിട്ടുണ്ടാവും ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ആ ഫൈനൽ ഫൈറ്റിൽ വില്ലൻ വന്ന് കത്തി വെച്ച് നമ്മുടെ ടോം ക്രൂസിനെ കുത്താൻ വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ ഒരു കത്തി കറക്റ്റ് ആയിട്ട് നമ്മുടെ ടോം ക്രൂസിന്റെ കണ്ണിന്റെ തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കും. ഇത് ഒരു തരത്തിലുള്ള ഡ്യൂപ്പോ CGI ഒന്നും ഇല്ലാതെ അവർ റിയൽ ടൈമിൽ ഷൂട്ട് ചെയ്ത ഒരു കാര്യമാണ്. എങ്ങനെയാണെന്നല്ലേ ആ ഒരു കത്തിനെ ഒരു കയറിൽ കെട്ടി തൂക്കിയിട്ടിട്ട് ഇതിന്റെ കണ്ണിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അവർ കത്തി വിടുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന രീതിയിൽ ഒരു ആ ഒരു ഷോട്ട് അങ്ങനെയാണ് എടുക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയാൽ തീർന്ന് കണ്ണ് തന്നെ അടിച്ചു. മല പോലും പുല്ല് പോലെ കയറിയ മനുഷ്യന് ബിൽഡിംഗ് ആണ് വലിയ വിഷയമായിട്ട് മാറുന്നത്. ഇല്ല, മിഷൻ ഇമ്പോസിബിൾ ഗോസ്റ്റ് പ്രോട്ടോക്കോളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയിൽ ഒരു ഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രമാത്രം റിസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ കയറും, എങ്ങനെ ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അത് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഇടാൻ തന്നെ 2 മാസം അവരെടുത്തു. 2 മാസത്തെ പ്രിപ്പറേഷനും ട്രെയിനിങ്ങും കഴിഞ്ഞ് ബുർജ് ഖലീഫിലെ ടോപ്പ് 20 ഫ്ലോറിനെ റെന്റിനെടുത്ത് 2 ആഴ്ച കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ടാണ് ആ ഒരു സീൻ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ അറിയാലോ ദുബായിലെ ചൂടും കാറ്റൊക്കെ. അപ്പോൾ അതിനെ അവർ മാനേജ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രാക്ടീസ് ചെയ്ത സമയത്ത് അവിടെയും ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ആ ഒരു പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ആ ഒരു ഷോട്ടിൽ സംസാരിക്കുന്ന സീനുകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കത്തില്ലായിരുന്നു കാറ്റ് കാരണം. അത് പിന്നീട് ഡബ്ബിങ്ങിലാണ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ആ ഒരു സീനും ഒരു ഷൂട്ട് ചെയ്യുന്നു. ടോം ക്രൂസും അത് കയറുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കയറി നടന്ന് ഓടിച്ചാടി കളിക്കുന്നു എന്ന് പറയണം. പുള്ളി അവിടെ എന്തൊക്കെ കാണിച്ചു കൂടിയെന്ന് പറഞ്ഞ് പുള്ളിക്ക് തന്നെ വലിയ പിടിയില്ല. ദെൻ ഈ ഒരു സീൻ എല്ലാം ഷൂട്ട് ചെയ്ത ശേഷം ഈ ഒരു ബുർജ് ഖലീഫയുടെ ഏറ്റവും ടോപ്പ് പോയിന്റിലോ പീക്ക് പോയിന്റ് അവിടെ കയറി ഇരുന്ന് പുള്ളി ഒരു ഫോട്ടോയും എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി കാഷ്വലായിട്ട് ചിരിച്ചുകൊണ്ട് ചെരുപ്പൊന്നും ഇല്ലാതെ അതിന്റെ പൊക്കത്ത് കയറി ഇരിക്കുന്ന ഒരു ഫോട്ടോ അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ടു. പുള്ളി ഒരുമാതിരി കാഷ്വലായിട്ട് നമ്മൾ ഈ റോഡ് സൈഡിലുള്ള കലിങ്കിന്റെ മേലെ ഇരിക്കുന്ന പോലെ ഇത്രയും വലിയ ബുർജ് ഖലീഫയുടെ ഏറ്റവും പൊക്കത്ത് ആ പീക്ക് പോയിന്റ് പോയി ഇരുന്ന് കാഷ്വലായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഫോട്ടോ എടുത്തേക്കുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ബാളെ ഒന്ന് കാറ്റടിച്ച് താഴെ പോയാൽ തീർന്ന് പൊടി പോലും കിട്ടൂല. ഈ പേടി എന്ന് പറയുന്ന സാധനം രോമത്തിൽ കൂടെ പോലും പോകാത്തൊരു മനുഷ്യനാണ് തോന്നുന്നത്. ഈ ബസ്സിന്റെ ഫുഡ് ബോർഡിൽ നിന്ന് പോവുക, അതേപോലെ ട്രെയിനിന്റെ ഫുഡ് ബോർഡിൽ നിന്ന് പോവുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ പ്ലെയിനിന്റെ ഫുഡ് ബോർഡിൽ നിന്ന് പോവുക എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ കേൾക്കണം, മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. മിഷൻ ഇമ്പോസിബിൾ റോഗ് നേഷന്റെ ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് A400 എന്ന് പറയുന്ന അല്ലെങ്കിൽ എയർബസ് 400 എന്ന് പറയുന്ന ഒരു വമ്പൻ പ്ലെയിനിന്റെ ഫുഡ് ബോർഡിൽ നിന്ന് ഒരു സീൻ നമ്മുടെ ടോം ക്രൂസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീൻ എന്ന് പറയുന്നതിനേക്കാളും അത് എടുക്കാൻ വേണ്ടി 8 ടേക്ക് പോയിട്ടുണ്ട്. 8 പ്രാവശ്യമാണ് നമ്മുടെ ടോം ക്രൂസ് ആ ഒരു പറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലെയിനിന്റെ ഫുഡ് ബോർഡിൽ തൂങ്ങിക്കിടന്നത്. ആ സീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിൻ കറങ്ങി ഇങ്ങനെ തിരിച്ചു വരണം. അത് അങ്ങനെ വരാൻ തന്നെ ഒരു 7 മിനിറ്റ് ആവും. ടേക്ക് ഓഫ് ആയി താഴെ വരണമെങ്കിൽ 7 മിനിറ്റ് എടുക്കും. അപ്പോൾ ഓർക്കണം, 8 പ്രാവശ്യവും പുള്ളി 7 മിനിറ്റോളം ഇങ്ങനെ തൂങ്ങി കിടന്നിട്ടാണ് ആ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. ഈവൻ അവിടെ പ്രിക്കോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം ഒരു പരിധിക്കപ്പുറം ഒന്ന് പാളിയെ തീരുന്ന പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. എന്തിങ്ങനെ പറക്കുന്ന സമയത്ത് ആ ഒരു ആകാശത്തുള്ള വല്ല പക്ഷി വല്ലതും ഇദ്ദേഹത്തിന്റെ ദേഹത്ത് തട്ടിയാൽ പോലും അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഭയങ്കര ഡാമേജ് ഉണ്ടാക്കിയേനെ. ബിക്കോസ് അത്രയധികം സ്പീഡിലാണ് ആ ഒരു പ്ലെയിൻ പൊക്കോണ്ടിരുന്നത്. ഇതിന്റെ ബോഡിയിൽ സെറ്റ് ചെയ്ത ആ ഒരു ഹാർനസ് സ്യൂട്ട് പോലും അത്രയും ടൈറ്റ് ആയിട്ട് അതിന് എന്താ പറയുക ശ്വസിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും സ്പീഡിൽ കാറ്റെതിരെ വരുന്ന സമയത്ത് കണ്ണിനൊന്നും ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഫുൾ കണ്ണ് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ലൈൻസ് ഒക്കെ ഇട്ടിട്ടാണ് പുള്ളി പോയത്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറിനോട് ടോം ക്രൂസ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ പേടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഞാൻ അഭിനയിക്കുമെന്ന അർത്ഥം. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ തലയിൽ ഞാൻ തൊടും. അപ്പോൾ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് എന്നെ താഴോട്ട് ഇറക്കിയാൽ മതി എന്ന് ടോം ക്രൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സീൻ എടുക്കാൻ വേണ്ടി പോയ 8 ടേക്കിലും ഒറ്റ പ്രാവശ്യം പോലും ടോം ക്രൂസിന്റെ കൈ ആ ഒരു തലയുടെ അങ്ങോട്ട് പോയതേ ഇല്ല. മനുഷ്യൻ ജീവൻ
തൂങ്ങിക്കിടന്ന് നേടിയ ഒരു ഷോട്ടായിരുന്നത്. ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തോണ്ടായിരിക്കണം ആ സീൻ കാണാൻ അത്രയധികം അടിപൊളിയായിട്ടുണ്ട്. ഇതേ പടത്തിന്റെ ഒരു സെക്കൻഡ് ആക്ടിലേക്ക് ആവുന്ന സമയത്ത് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് വരുന്നുണ്ട്. പൊതുവെ ഹോളിവുഡിൽ ഇതുപോലെ അണ്ടർ വാട്ടർ സീക്വൻസ് വരുന്ന സമയത്ത് നടന്മാരോ നടിമാരോ കഷ്ടിച്ച് 1 മിനിറ്റോ 50 സെക്കൻഡോ ഒക്കെ വെള്ളത്തിൽ പിടിച്ചിരിക്കത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ആരും തന്നെ പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറില്ല. എന്നാൽ ഇവിടെ ഈ സീനിലെ ആ ഒരു വോർഡിലോട്ട് എത്തി ആ ഒരു സാധനം എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. എന്നാൽ ഇതിനു വേണ്ടി ടോം ക്രൂസ് മിലിറ്ററിയുടെ സഹായത്തോടെ ട്രെയിനിങ് എടുത്ത് ഏതാണ്ട് 6 മിനിറ്റോളം പുള്ളി വെള്ളത്തിനിടയിൽ ശ്വാസം പിടിച്ച് നിൽക്കുന്ന രീതിയിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹം ഇട്ട ഈ റെക്കോർഡ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ കേറ്റ് വിൻസെൽറ്റ് ആണ് അവതാറിന് വേണ്ടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേണമെന്ന് വെക്കുകയാണെങ്കിൽ ഈ ഒരു സീനിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ, ഒരു വലിയ പ്രശ്നമൊന്നും ആവത്തില്ല. എന്നാൽ അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒത്തന്റിസിറ്റി പോകും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്തത്. അതേ ആ ഒരു വെള്ളത്തിലെ സീക്വൻസ് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊക്കി വെള്ളിലോട്ട് വരുന്ന സമയത്ത് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഒറിജിനാലിറ്റി. പടത്തിൽ ഈ ഒരു സീനിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ അടുത്തൊരു സീന് വരുന്നത് ഒരു ബൈക്ക് ചേസിംഗ് ആണ്. മിഷൻ ഇംപോസിബിൾ സീരീസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ചൊരു കാര്യം എന്ന് പറയുന്നതും ഈ ഒരു ബൈക്ക് ചേസിംഗ് സീനുകളായിരുന്നു. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമ്മുടെ ടോം ക്രൂസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രാവശ്യവും അത്യാവശ്യം സേഫ്റ്റി ആയിട്ട് പോകുന്നെങ്കിൽ പോലും ഈ ഒരു സിനിമയിൽ ഈ ഒരു ക്ലിഫ് സൈഡിലുള്ള ആ ഒരു ചേസിംഗ് സീൻ വന്ന സമയത്ത് ഹെൽമെറ്റ് പോലും ഇടാതെ പ്രത്യേകിച്ച് പറയാനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെയാണ് ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും മൊറോക്കോയിലെ ഒരു മലയുടെ പൊക്കത്താണ്. അതൊന്നും ജസ്റ്റ് ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ താഴോട്ടാ. പ്രത്യേകിച്ച് ഈ ഒരു സീനിൽ നിങ്ങൾ ആ ഒരു ടേണിംഗ് എല്ലാം എടുക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ ആ ഒരു മുട്ടെല്ലാം നിലത്തിരിക്കുന്നുണ്ട്. ഒന്ന് ചെരിഞ്ഞാൽ തീർന്ന് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്പീഡും മെയിൻറ്റെയിൻ ചെയ്യണം, അത്രയും വണ്ടികളുടെ ഇടയിൽ കൂടെയും പോകണം, ഹെൽമെറ്റ് വിട്ടിട്ടില്ല, അഭിനയിക്കും വേണമെന്നൊക്കെ പറഞ്ഞ് അത്രയും കഷ്ടപ്പെടുത്തിരിക്കുന്ന ഒരു ഷോട്ടാണത്. ഇതും കഴിഞ്ഞ് അടുത്ത പടമായിട്ടുള്ള ഫാളൗട്ടിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ഒരു ഹെലികോപ്റ്റർ സീക്വൻസ് ആ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ 6 മാസത്തിലാണ് പുള്ളി അത് ഓടിക്കാൻ വേണ്ടി പഠിക്കുന്നത്. ചുമ്മാ ബേസിക് ആയിട്ട് അത് ഓടിച്ചാൽ പോരാ, എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്സിന് പോലും ടാസ്കായി മാറുന്ന ഒരു കാര്യം നമ്മുടെ നായകൻ അതായത് ടോം ക്രൂസ് ചെയ്യുകയും അഭിനയിക്കുകയും അതിന്റെ ഒപ്പം തന്നെ ഈ ക്യാമറകളുടെ കൂടെയുള്ള ആ ഒരു കോർഡിനേഷനും മെയിൻറ്റെയിൻ ചെയ്യണം. ഷൂട്ട് ചെയ്യുന്ന ക്യാമറ വരുന്ന ഹെലികോപ്റ്ററുമായിട്ട് കോർഡിനേഷൻ തെറ്റിയാലും ഇതെല്ലാം പാളിപ്പോകും. സോ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം ഒറ്റയടിക്ക് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞ ഒരു സ്പൈറൽ റൊട്ടേഷൻ അത് പഠിക്കാൻ തന്നെ ഡെയിലി 16 മണിക്കൂറോളം നമ്മുടെ ടോം ക്രൂസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ആയിട്ട് 2000 മണിക്കൂറാണ് നമ്മുടെ ടോം ക്രൂസ് പറഞ്ഞിരിക്കുന്നത്. ഹെലികോപ്റ്റർ ഓടിക്കുന്ന സീക്വൻസിന് മുമ്പായിട്ട് തന്നെ അതിലോട്ട് കയറുന്ന ഒരു സീക്വൻസ് ഉണ്ട്. കയറയിൽ തൂങ്ങി പിടിച്ച് അതിലോട്ട് കയറുന്ന ആ ഒരു ഷോട്ട് ഉണ്ട്. ആ ഒരു സീനിൽ കൈയൊന്ന് സ്ലിപ്പായിട്ട് താഴോട്ട് വീഴുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. ഓൺ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നില്ല, അത് ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാണ്. കയറിയപ്പോൾ ആ ഒരു കൈ സ്ലിപ്പായി താഴോട്ട് വീഴുന്നു, താഴെണ്ടായിരുന്ന ഒരു ബോളിൽ തട്ടുന്നു. ദേഹത്ത് ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇത് കണ്ടതും ക്രൂവും ഡയറക്ടേഴ്സിന്റെ ഒക്കെ നെഞ്ചൊക്കെ അങ്ങ് പാളി പോയെന്ന് തന്നെ വിചാരിച്ചു എല്ലാവരും. ഇതേ പടത്തിൽ തന്നെ വേറൊരു സീക്വൻസിന് റെക്കോർഡ് അടക്കം ഇട്ടിട്ടുണ്ട്. അതാണ് ഹാലോ ജമ്പ്. കേട്ടിട്ടുണ്ടാവും, ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോ ഓപ്പണിംഗ് ജമ്പ് എന്ന് പറയും. ഇത് ഓൺ സ്ക്രീനിൽ ഇതുവരെ ആരും തന്നെ ചെയ്തിട്ടില്ല, റിയൽ ടൈമിൽ ഒരു നടനും. അത് ടോം ക്രൂസ് ഈ ഒരു പടത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ടോം ക്രൂസ് മാത്രമല്ല ക്യാമറമാനും ചാടേണ്ട ഒരു അവസ്ഥയായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ചാടിയിട്ട് ഈ ഒരു സീൻ എടുക്കുന്നത്. ടോം ക്രൂസിന്റെ കാര്യം പിന്നെയും പോട്ടെന്ന് വയ്ക്കാൻ, പുള്ളിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഡെഡിക്കേഷൻ കാരണമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്യാമറമാൻ എന്ത് പഴച്ച് അങ്ങേർക്ക് വേണ്ടെന്ന് വെച്ചാൽ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ആരെങ്കിലും ഷൂട്ട് ചെയ്യാൻ വേണമല്ലോ. അങ്ങനെ ടോം ക്രൂസും ക്യാമറമാനും എടുത്ത് ചാടിയിട്ട് ആ ഒരു സീനും എടുക്കുകയാണ്. അതാണെങ്കിൽ ഒരു റെക്കോർഡ് വിടുന്നു. 25,000 പരം അടി പൊക്കത്തിന്നാണ് അത് ചാടിയേക്കുന്നത്. സേഫായിട്ട് ലാൻഡ് ചെയ്യാവുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ടെൻഷനായ വേറൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങാനും ഹൈപ്പോക്സി സംഭവിക്കുമോ എന്ന് പറയുന്ന ഒരു പേടിയായിരുന്നു. അതായത് ഇവർ ചാടുന്ന സമയത്ത് ഒരുപാട് ഓക്സിജൻ ഒന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്സിജൻ കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ടിഷ്യൂവിലെ ആ ഒരു ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻ കേസ് ഹൈപ്പോക്സിയ വന്നു കഴിയുവാണെങ്കിൽ നമ്മുടെ ബോധം പോകും. അങ്ങനെ പോകുന്നത് നമ്മൾ പോലും അറിയത്തില്ല. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു വെർട്ടിക്കൽ ടണലിൽ ഒരുപാട് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സീൻ എടുക്കുന്നത്. അതും പോലെ തന്നെ ഈ ഒരു സീൻ നടക്കുന്നത് വൈകുന്നേരം ആയതുകൊണ്ടും ഡെയിലി ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് എടുക്കാനും പറ്റത്തുള്ളൂ, ഷൂട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്ന ഒരു സീക്വൻസ് ആയിരുന്നു ഈ കാണുന്ന ആ ഒരു ഹാലോ ജമ്പ്. ഇതെല്ലാമാണ് മിഷൻ ഇംപോസിബിൾ സീരീസിന് വേണ്ടി നമ്മുടെ ടോം ക്രൂസ് ഭയങ്കരധികം കഷ്ടപ്പെട്ടെടുത്തിരിക്കുന്ന റിസ്കി സ്റ്റണ്ട് സീക്വൻസുകൾ. ഇത് കൂടാതെ വേറെയും ഉണ്ട് കേട്ടോ. പുള്ളിയുടെ ലാസ്റ്റ് സാമുറായ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഫൈനൽ ആക്ടിൽ ഒരു ചെറിയൊരു യുദ്ധം പോലെ കാണിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കുള്ള കുതിരകളായിരുന്നില്ല, പകരം റോബോട്ട്സ് ആയിരുന്നു. മെക്കാനിക്കൽ ആനിമട്രോണിക്സ് എന്നൊക്കെ പറയില്ല, ആ ഒരു സാധനമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു കുതിര മാൽഫങ്ഷൻ ആയി അതിന്റെ മുകളിലുണ്ടായിരുന്ന ആളുടെ കത്തി നമ്മുടെ ടോം ക്രൂസിന്റെ കഴുത്തേൽ ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ പോയെ. ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റണ്ട് എല്ലാം ചെയ്ത ആൾക്ക് ചെറിയൊരു സ്റ്റണ്ട് ചെയ്ത സമയത്ത് പാളിച്ചു പറ്റിപ്പോയി. അതാണ് മിഷൻ ഇംപോസിബിൾ ഫാൾഔട്ടിൽ ഒരു എന്താ പറയുക ബിൽഡിംഗ് ടു ബിൽഡിംഗ് ജമ്പിംഗ് സീക്വൻസ് ഉണ്ട്. അത് പുള്ളി ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ചാടുന്ന സമയത്ത് ആ ഒരു ചാട്ടം ചെറുതായിട്ട് മിസ്പ്ലേസ് ആയി. ചാടുന്ന സമയത്ത് അപ്പുറത്തെ മതിലിലടിച്ച് ആ ഒരു ആംഗിളിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒടിഞ്ഞ് നടക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് മാറുകയായിരുന്നു. ഈവൻ ദോ കാല് ഒടിഞ്ഞെങ്കിലും ആ ഒരു ഡാമേജ് ആയി കാല് വെച്ച് തന്നെ ആ ഒരു ഷോട്ട് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്തൊരു 3 മാസം എടുത്തു ആ ഒരു കാലം നേരായി കിട്ടാൻ വേണ്ടി. ഇതിനേക്കാളും വമ്പൻ സാധനങ്ങൾ ചെയ്തിട്ടും ഇങ്ങനെ ചെറിയൊരു ചാട്ടം സംഭവിച്ചപ്പോൾ പുള്ളിക്ക് അങ്ങ് പാളിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ഡെഡ് റെക്കണിക്കിനകത്ത് അതിനകത്തും ഉണ്ട് ഇഷ്ടം പോലെ സീക്വൻസുകൾ. ഒരു കാർ ചേസിംഗ് സീക്വൻസ് ഉണ്ട്, ഒരു ട്രെയിനിന്റെ അകത്തും പൊക്കത്തും കയറി എന്നുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, പാരാഗ്ലൈഡിംഗ് ഉണ്ട്, പിന്നെ എല്ലാറ്റിനേക്കാളും മെയിൻ ആയിട്ട് ആ ഒരു ബൈക്കുമായിട്ടുള്ള ഒരു ജമ്പ്. ഇൻഫാക്ട് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് അവർ ആദ്യം ഷൂട്ട് ചെയ്തത് ഈ ഒരു സീനായിരുന്നു. കാരണം അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും പാളിച്ച് പറ്റിപ്പോയി പുള്ളിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പടം മൊത്തം എടുത്തിട്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് അവർ ആദ്യം ഷൂട്ട് ചെയ്തത് ഈ ഒരു സീനായിരുന്നു. A400 തൂങ്ങിക്കിടന്ന ആ ഒരു സീക്വൻസിന് ശേഷം പുള്ളിയുടെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു സീക്വൻസ് എന്ന്
പറയുന്നത് അത് ഈ ഒരു ജമ്പ് ആയിരിക്കും. പിന്നെ ടോപ്പ് ഗൺ മാവറിക്കിന്റെയും അതേപോലെ തന്നെ മിഷൻ ഇംപോസിബിളിന്റെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പ്ലെയിന്റെ പൊക്കത്ത് കയറിയുന്ന ഒരു സീനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മനുഷ്യനാണെന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ, വേറെ ഒന്നുമില്ല. ഡെഡ് റെക്കണിങ്ങിന്റെ പാർട്ട് 1 ഇത്രയും, ഇനി പാർട്ട് 2 അത് കഴിഞ്ഞ് വരാൻ വന്ന മിഷൻ ഇംപോസിബിൾ പടത്തിനകത്തും എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം. ഭൂമിയിലും വെള്ളത്തിലും ആകാശത്തിലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബഹിരാകാശം സ്പേസ് മാത്രമേ ബാക്കിയുള്ളൂ. അവിടെയും ടോം ക്രൂസ് ഒരു പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സോ കിട്ടുന്ന പക്ഷം ഞാൻ അറിയിക്കാം. സോ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ടോം ക്രൂസ് മൊമെന്റ് ഏതാണ് താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം. ആൻഡ് 12-ാം തീയതി റിലീസ് ചെയ്യുന്ന മിഷൻ ഇംപോസിബിൾ ആരും മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചു നോക്കുക. കിണ്ണം കാച്ച പടമായിരിക്കും, ഒരു സംശയമില്ല. ഇനി പടം കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.